ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റി ക്യൂബ് ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് അധികം ദിവസങ്ങളായി. പക്ഷെ ഇപ്പോഴാണ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കധികം വൈകിപ്പിക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 11x13 cm ഉള്ളൊരു പേപ്പറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 3, 6, 9, 12 എന്നീ പോയിന്റുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നീട്ടി വരച്ച് കൊടുക്കുക. ഇത് കാണുമ്പോൾ കുറേ മെഷർമെൻറ്റ്സ് ഉള്ള പോലെയും കുറച്ചൊരു പിരാന്ത് പിടിച്ചിൻ്റെ പണിയൊക്കെയാണെന്ന് തോന്നും. സംഭവം അങ്ങനെയൊന്നുമല്ല, ഉണ്ടാക്കി വന്നാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാൻ. അത് മാർക്ക് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിൽ ഒരു 1 cm എടുത്തിട്ട് വരച്ചു കൊടുക്കാനുണ്ട്. പിന്നെ തിരിച്ച് വെച്ചിട്ട് 3 cm വീതം 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി വരച്ചു കൊടുക്കുക. വരക്കേണ്ട പണി കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് നമുക്ക് വരക്കാൻ. അതും എളുപ്പം തന്നെയാണ്. നമ്മൾ ആ വരച്ച് വെച്ച സെൻറ്ററിലുള്ള ആ സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, അതിന് രണ്ട് സൈഡുക്കുമായിട്ട് ഒരു 1 cm വരച്ചിട്ട് നീളത്തിലൊരു ലൈന് വരച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു 5K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഗിവ് അവേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഞാൻ ഈ ക്രോസ് മാർക്ക് ഇട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു പേപ്പർ പോരെ നമുക്ക് ഒരു 8 പേപ്പർ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ 8 ക്യൂബ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഇൻഫിനിറ്റി ക്യൂബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ കോർണേഴ്സ് ആക്കിങ്ങാണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കാനുണ്ട്. ആ ഒരു 1 cm വെച്ചിട്ട് വരച്ച ആ ഒരു ഭാഗങ്ങളിലാണ് ഇതുപോലെ കോർണേഴ്സ് വരച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. പേടിച്ചില്ല, ഇനിയും കട്ട് ചെയ്യാനൊന്നുമില്ല, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. കട്ടിങ് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമ്മൾ ഫോൾഡ് ചെയ്യൽ. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എഡ്ജസൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ ക്യൂബിന് ഒരു നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡ്സും ഒന്ന് ഇങ്ങനെ സ്കെയിൽ യൂസ് ചെയ്ത് മടക്കി കൊടുക്കുക. നമുക്ക് തന്നെ എങ്ങനെ ക്യൂബ് ആക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ക്യൂബ് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് വരുന്ന പീസ് നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് ആയിട്ട് ആ ഒരു സൈഡിലും കൂടി നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത്ര ഉള്ള നമ്മളെ ക്യൂബിൻ്റെ പണി റെഡി. അതുപോലത്തെ ഒരു 8 ക്യൂബ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കുന്ന ക്യൂബൊക്കെ സെയിം സൈസിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടുത്ത മെഷർമെൻറ്റ്സ് ഒന്നും തെറ്റാതെ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ക്യൂബ്സ് കിട്ടുക. ഇതുവരെ പിന്നെയും ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. നമ്മൾ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ആ ഒരു മുകളിലത്തെ 2 പീസിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് തിരിച്ച് വെക്കുക, 2 സൈഡിൽ കൂടി കൂട്ടിയിട്ട് വീണ്ടും ഒട്ടിച്ചെടുക്കുക. അതുപോലെ ഞാൻ ആ ലാസ്റ്റ് വരുന്ന ആ ഒരു 2 പീസും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കേട്ടില്ല, ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക, നമ്മുടെ തിരിച്ചിട്ട് വീണ്ടും ഒട്ടിച്ചെടുക്കുക. നമ്മുടെ നടുക്കത്തെ 2 പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ടും ഇങ്ങനെ സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്റ്റെപ്സ് എല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണില്ല. നിങ്ങൾ വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി.
അങ്ങനെ നമ്മൾ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത് വർക്കിംഗ് തന്നെയാണ്. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള സെല്ലോ ടേപ്പിൻ്റെ വീതി ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ ഞാനത് കുറച്ചുകൂടി വീതിക്കാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 പീസും കൂടി അതിൻ്റെ കൂടെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കാണിക്കണില്ല. അപ്പോൾ എന്തിനാണ് ഈ കുറേ സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കണമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചത് മറക്കാൻ വേണ്ടിയിട്ട് യെല്ലോ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മളത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് ചെയ്യണ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ നിങ്ങൾ ഒട്ടിക്കുക. ഫോട്ടോസ് ഈ ഒരു നിങ്ങൾ ഏത് സൈസിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈസിൽ നിങ്ങൾ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ 18 മെനക്കെടുന്നില്ല, പക്ഷെ അതിലേറെ പണിയുള്ള പണിയാണ് എനിക്ക് കിട്ടിക്കണത്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ലാസ്റ്റ് ആ ഒരു ഇൻഫിനിറ്റി ക്യൂബ് കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷന് അതൊന്ന് വേറെ തന്നെയായിരുന്നു. പിന്നെ അതിന്മേൽ കുറേ നേരം കളിച്ചെങ്ങാണ്ടിരുന്നു. നല്ല സാറ്റിസ്ഫൈങ് ആണ് കളിക്കാനായാലും. കളിച്ചുകൊണ്ടിരുന്ന സമയം പോണതറിയില്ല. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, നിങ്ങൾ ആ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളി. പിന്നെ നമ്മളെ ക്യൂബ് എങ്ങനെ ഉണ്ടെന്ന് പറയാനും മറക്കണ്ട.